ഫസ്റ്റ് കുറുവാലൂർ ഹുക്കപ്പോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വേട്ടക്കാരൻ വ്ളോഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം വേട്ടക്കാരൻ. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ കുറുവാലൂർ ടെസ്റ്റിംഗ് ആണ് ഇന്ന്. അപ്പോൾ നമ്മുടെ മൂവാറ്റുപുഴ ആംഗ്ലേസ് വേൾഡിൽ നിന്ന് നമ്മളൊരു അടിപൊളി കുറുവാലൂർ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ആക്ഷൻ എങ്ങനെയെന്ന് വെച്ചാൽ ഇതേപോലെയാണ് നിങ്ങൾക്ക് കാണുന്നത്. നിങ്ങൾക്ക് എത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഞാൻ നമ്മുടെ ഇന്ന് 13 Pro എടുക്കാൻ മറന്നുപോയി. ഞാൻ നമ്മുടെ നോർമൽ നമ്മുടെ ഒപ്പോ എടുത്തുകൊണ്ടാണ് വന്നേക്കണേ. എന്തായാലും കുഴപ്പമില്ലാത്തൊരു വീഡിയോ ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആക്ഷൻ ഈ കാണുന്ന പോലെയാണ്, ഒരു സ്പിന്നിങ് ആക്ഷനാണ്. വെയിലടിക്കുമ്പോഴാണ് ഈ സാധനത്തിന് കൂടുതൽ റിസൾട്ട് കിട്ടുന്നത്. പിന്നെ ഇതിനകത്തുള്ള സ്പിന്നറിൽ തിളക്ക കൊള്ളുമ്പോൾ ഈ കുറുവയ്ക്ക് ഒരു പരല് പോകുന്ന ആ ഒരു ഫീൽ കിട്ടിയിട്ടാണെന്ന് തോന്നുന്നു. നമ്മൾ സാധാരണ ചാടനൊക്കെ കുളത്തി ഇട്ടിട്ട് നമ്മൾ ചുമ്മാ ലൂർ ചെയ്ത് അടുപ്പിക്കുമ്പോൾ കുറുവ ഫോളോ ബാക്ക് ചെയ്യുമല്ലോ, അതേ സെറ്റപ്പിൽ തന്നെ ഇതിന് ഇത്തിരിയുടെ കൂടുതൽ ആക്ഷൻ ഉള്ളതുകൊണ്ട്, സ്പിന്നർ ഉള്ളതുകൊണ്ടും കുറുവ ഫോളോ ബാക്ക് തന്ന് ഫൗൾസുക്ക് ആണ് അതിനകത്ത് കയറി വരുന്നത്. അപ്പോൾ ഒറ്റയ്ക്കാണ്, ഒരു കയ്യിൽ ഫോൺ ഒരു കയ്യിൽ ചൂണ്ട, അങ്ങനെയാണ് നമ്മളിന്ന് നോക്കുന്നത്. പിന്നെ ഇത് അധികം ദൂരത്തേട്ടൊന്നും കാസ്റ്റ് ചെയ്തൊന്നും വേണ്ട. ചെറിയ ചോല ഇതേപോലത്തെ ഉള്ള ഏരിയയിൽ കൊണ്ടുപോയി ഇട്ടിട്ട് നമ്മൾ പയ്യെ ഇട്ടിട്ട് അടുപ്പിച്ചാൽ മതി. അപ്പോൾ കുറുവ ആ ഏരിയയിൽ വല്ലയിടത്തുണ്ടെങ്കിൽ ഉറപ്പാണെങ്കിൽ നമ്മൾ അതിനകത്ത് കയറി അടിക്കും. നല്ല റിസൾട്ടുള്ള സാധനമാണ്. ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് അധികം വൈകാണ്ട് നേരെ വീഡിയോയിലിട്ട് കിടക്കാം. ഓക്കെ, ഫസ്റ്റ് കുറുവാലൂർ ഹുക്കപ്പോക്ക്. ഇതാണ് കുറുവയുടെ പ്രശ്നം. 3 ഹുക്കും ക്ലീനായിട്ട് വായിക്കറി. ഇതെങ്ങനെ ഊരിയെടുക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല. ഇത് കണ്ണിലൊക്കെ കയറി തോട്ടോ, ഇത്തിരി ഡാർക്കായി, പക്ഷെ അടിപൊളി. ഇപ്പോൾ നമ്മുടെ ലൂറിൽ ചെറിയൊരു കുറുവ കേട്ടോ, ആടുന്നോണ്ട് കാണിച്ചു തരാൻ പറ്റുള്ളൂ. ഹുക്കപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹുക്കപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ അതേ ഫുള്ള് 3 ഹുക്കും കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് കയറി. അപ്പോൾ ഇനി നല്ല രീതിയിൽ കുഴപ്പമില്ലാണ്ട് കിട്ടി. ചെറിയ കുറുവയാണ്, വലിയ സൈസൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇവനിപ്പോൾ ഇടാനിപ്പോൾ കൂടൊന്നും കൊണ്ടുവന്നില്ല, കിട്ടുമെന്നറിയില്ലായിരുന്നു. നമ്മളൊരു ഇലയിലോ കോറമ്പലൊക്കെ ഇട്ട് കോർത്തിടണം. എത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ. ഇതാണ് സാധനം. നമ്മുടെ സ്പിന്നർ കണ്ടില്ലേ, വളരെ ചെറിയ സ്പിന്നറിലാട്ടോ നമുക്ക് അടിച്ചത്. ഓക്കെ, എന്നാൽ അവനെ റിലീസ് ചെയ്ത് നമുക്ക് ഇവിടെ സൈഡിലേക്ക് ഇടാം. ഓ, ഒരെണ്ണം അടിച്ചു കിട്ടിട്ടോ. നല്ല ഹുക്കപ്പാണ്, ഇത് കുഴപ്പമില്ല. പിന്നെ ഒറ്റയ്ക്കായതുകൊണ്ട് കണ്ട വാഴക്കാട്ടിൻ്റെ ഉള്ളിൽ നിന്നിട്ടാണ് വീഡിയോ എടുക്കണത്. അപ്പം അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ക്ലോസപ്പിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കാണിച്ചു തരാം. ഹുക്ക് അങ്ങനെ കയറിയേക്കണെന്ന് മര്യാദയ്ക്കിരുന്ന സാധനമേ. ഹുക്ക് എന്നാ ഫൗൾ സുക്കാണ്, വായയിൽ തന്നെയല്ല അയക്കണേ, ചെകിളയിലാണ് അടിച്ച് അടിച്ച്. ഇതൊന്നും ചെറുതാട്ടോ, പക്ഷേ എനിക്ക് തോന്നുന്നു ഇവിടെ വലിയ കുറവ് കയറി കളിക്കുന്നില്ല എന്നാണ്. എല്ലാം കുരുക്കുരു എന്നുള്ള കുറവ് കേട്ടോ നമുക്ക് കിട്ടിയത്. പക്ഷേ എല്ലാം കൂടെ കൂട്ടിയെടുത്ത് കഴിയുമ്പോൾ നമുക്ക് വറക്കാനുള്ള ഫ്രൈൻ സൈസ് കിട്ടി. പിന്നെ ഈ വാഴക്കാടും ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പൊക്കിയിടാനോ അങ്ങോട്ട് പറ്റുമൊന്നുമില്ല. പിന്നെ ഈ കുറുവ അടിക്കാൻ ചെറിയ ഒരു സെറ്റപ്പ് മതി, ചെറിയൊരു ഗ്യാപ്പ് മതി ഇതേപോലെ. പിന്നെ ഒറ്റയ്ക്കുള്ളതുകൊണ്ട് വീഡിയോ എടുക്കാനാണ് ഏറ്റവും വലിയ പാട്. കാരണം ഒരു കയ്യിൽ ഫോൺ ഒരു കയ്യിൽ പിന്നെ ചൂണ്ട അങ്ങനെ വെച്ചിട്ട് എടുക്കണം. പിന്നെ ഈ പരിപാടിക്ക് ജസ്റ്റ് ഒന്ന് ഇത്രയുള്ളൊരു ചെറിയ ഗ്യാപ്പിൽ ജസ്റ്റ് ഒന്ന് സ്വിങ് ചെയ്തിട്ടിട്ട് ലൂറ് റിട്രാക്ട് ചെയ്താൽ മതി, അപ്പോൾ തന്നെ കയറി അടിക്കും. പക്ഷെ നമ്മൾ നല്ല നൈസായിട്ട് നമുക്ക് കിട്ടിയിട്ടോ. നല്ല ഫൈറ്റൊക്കെ തരണ്ടായിരുന്നു കുഞ്ഞു കുറുവാണെങ്കിൽ. അപ്പം ഞാൻ നിൽക്കുന്നത് ഒരു വാഴക്കാട്ടിൻ്റെ ഉള്ളിലാണ്. എനിക്കാണെങ്കിൽ പേടിയിട്ടുമ്പോൾ ഒറ്റയ്ക്കാണ് നിൽക്കണേ. ഇപ്പോൾ ഫ്രണ്ടിലത്തെ ഏരിയ മതിയായ കാടാണ്. അവിടെ ഇതേപോലെ സ്ഥലത്ത് ഒറ്റയ്ക്ക് വന്ന് നിൽക്കണത് ഭയങ്കര ഡേഞ്ചറാണ്. നല്ല പെട്ടക്കണ കുറവ്. അപ്പം ഞാൻ ഇന്നിവിടെ യൂസ് ചെയ്താണ് റോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡൈവേൻ്റെ
എന്നാ സ്വീപ്പ് വയർ എന്ന് പറഞ്ഞാൽ 7 ഫീറ്റ് റോഡാണ്. ലൈറ്റ് വെയിറ്റ്, വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ചെറിയൊരു പനങ്കണ കയ്യിലിരിക്കുന്ന ഫീലേ ഉള്ളൂ. പിന്നെ ഞാൻ യൂസ് ചെയ്ത റീലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈനിയറിൻ്റെ ആർഗനെറ്റ് AT3000 എന്ന് പറഞ്ഞ സാധനമാണ്. കമ്പ്യൂട്ടർ ബാലൻസ്ഡോ അങ്ങനെ എന്തോ ഒരു സംഭവമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പോൾ ഈ ഒരു കോംബോ ആണ് ഞാൻ യൂസ് ചെയ്തത്. ഇതിൽ ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് മഞ്ഞിക്കുരി അടിക്കാം, കുറുവ അടിക്കാം, ഫ്രോഗ് ലൂറും കാസ്റ്റ് ചെയ്യാം. എല്ലാത്തിനും ഇത് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു കോംബോ ട്രൈ ചെയ്ത് നോക്ക്. ഇതിൽ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള റോഡൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഇത് എടുത്തു എന്നുള്ളൂ. നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്നും അധികമൊന്നും ഇല്ല, ഇത്രയേ ഉള്ളൂ. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാനുള്ള പരിപാടികളാണ്, അധികമൊന്നും കിട്ടിയില്ല. എന്തായാലും 6-8 കുറവ് കിട്ടി, അതിൽ ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവരെ ബൈ.